ഇന്ന് നമ്മൾ പിള്ളേരും കൂട്ടിയിട്ട് ജർമ്മനിൽ ഒരു പാർക്ക് പോവാണ് കേട്ടോ. അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. അവിടെ കുറേ റൈഡ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വീഗാലാൻഡിലും നമ്മുടെ സിൽവർ സ്റ്റോമിലൊക്കെ ഒത്തിരി കയറി ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ റൈഡ്സ് ഒന്നും വലിയ പുത്തിരിയൊന്നുമല്ല. എനിവേ ഇവരുടെ സംഭവം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ റൈഡിൽ കയറാൻ ധൈര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടെങ്കിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ ഫ്ലാഗ് ഇല്ലാതെ ഞാൻ അകലേന്ന് കണ്ടുവച്ചിരുന്നത്. ജീവിതത്തിൽ പൈസ കൊടുത്ത് പേടിക്കണം ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സംഭവത്തിലൊക്കെ. അതും നമ്മൾ എന്തിനാ പൈസ കൊടുത്തിട്ട് ഇതിനൊക്കെ പേടിക്കാൻ വേണ്ടി കയറുന്നത്? ജീവിതത്തിൽ പേടിക്കാൻ ഇഷ്ടംമാതിരി എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലേ. പൈസ കൊടുത്തതിലൊന്നും കയറി പേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ ഒരു സന്തോഷം എന്ന് ഓർത്തിട്ട് അവരിങ്ങോട്ട് പോയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങൾ ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും നമ്മളെ പേടിപ്പിക്കണമെന്ന് അറിയാലോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോണ്ടല്ലോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നമ്മുടെ ചതിക്കാത്ത ചന്തയിൽ മറ്റേ സിദ്ദിഖിനൊക്കെ പേടിപ്പിക്കുന്നുണ്ടല്ലോ, അതേപോലെയാണ് എനിക്ക് തോന്നിട്ടോ. അതിന് ഇതിലും ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഭേദങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഒരു പേടിയും തോന്നുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കയറിയത് ഈ കാർ ഓടിക്കാനാട്ടോ. പിള്ളേർക്കൊക്കെ നിർബന്ധം ഇതിനകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആണെങ്കിലുണ്ടല്ലോ ഒരു കുട്ടിയുടെ കൂടെ ഒരു പാരൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നേ. കുട്ടികളെ തന്നെ വിടത്തില്ല, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തന്നെ വിടത്തില്ല. അങ്ങനെ എൻ്റെ ഗതികേട് കൊണ്ട് ഞാനും അതിനകത്ത് കയറേണ്ടി വന്നു. ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇടിയായിരുന്നു. ഇടിച്ചിടിച്ച് എൻ്റെ തണ്ടലിന് ഒരു തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോന്നു. ഞാൻ പറഞ്ഞു താങ്കൾ തന്നെ അത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അങ്ങനെ എൻ്റെ തണ്ടലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ 2 റൗണ്ട് ആൾ തന്നെ കാറിൽ പിള്ളേരെ കൊണ്ട് നടക്കേണ്ടി വന്നു കേട്ടോ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലേ. പിന്നെ പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അത്രമാത്രം. ഈ റൗണ്ടായിരുന്നു ഏറ്റവും അടിപൊളി. പിള്ളേർക്ക് എല്ലാവർക്കും ഇതിനകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെല്ലാവരും അവരെ പിന്തിരിപ്പിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. അവർക്ക് എന്തായാലും ഒരു റൗണ്ടെങ്കിലും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഈ സംഭവത്തിൽ അപ്പനും മക്കളും കൂടിയും കയറി കേട്ടോ. ആദ്യത്തെ റൗണ്ട് വളരെ പയ്യാണ് പോയിക്കൊണ്ടിരുന്നത്. ചെറിയ രീതിയിൽ അവരൊന്ന് കറക്കി വിടുന്നുണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ട് പോയി. എന്നാൽ 2ാമത്തെ റൗണ്ട് വന്നപ്പം ആ ചെറിയ രീതിയിൽ പോയിട്ട് തന്നെ അവർക്ക് തല കറങ്ങുന്നു. ആ മാർക്ക് ചെയ്ത് കാണുന്നുണ്ടോ, അവരാണ് കേട്ടോ അത്. അപ്പം ആ ചെറിയ രീതിയിൽ കറങ്ങുമ്പോൾ തന്നെ തല കറങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അപ്പം കൈ കൊണ്ട് ഇങ്ങനെ വട്ടം കറക്കി കാണിച്ചതാണ്. അവിടെ താഴെ നിന്നവർ വിചാരിച്ചു നമ്മുടെ കൂട് ഒന്നും കൂടി സ്പീഡിൽ കറക്കാൻ ആണെന്ന് വിചാരിച്ചു. ആ ഒരു റൗണ്ട് തിരിഞ്ഞ് താഴെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സ്പീഡിൽ അങ്ങ് കറക്കി വിട്ടായിരുന്നു. അങ്ങനെ 2 റൗണ്ടോടുകൂടി അവരുടെ കാര്യത്തിൽ തീരുമാനമായി. എല്ലാവരും ചാടി ഇറങ്ങി കേട്ടോ.